പഹൽഗാമും ചർച്ചയാകും. മുന്നണി യോഗം ചേരുന്നത് 1 വർഷത്തിനു ശേഷം. അവസാന യോഗം നടന്നത് ലോക്സഭാ ഫലപ്രഖ്യാപനത്തിനു ശേഷം. വാർത്തകൾ വിശദമായി നോക്കാം. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന് വിട ചൊല്ലാൻ നാട്. തേവലക്കര സ്കൂളിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹത്തിൽ അധ്യാപകരും സഹപാഠികളും നാട്ടുകാരുമടക്കം 100 കണക്കിനു പേർ അന്ത്യോപചാരം അർപ്പിച്ചു. മൃതദേഹം വിളന്തറയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാരം. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, വൈകിട്ടോടെയാണ് മിഥുന്റെ സംസ്കാരം നടക്കുക. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചു. അതോടൊപ്പം തന്നെ മിഥുന്റെ അമ്മ വീട്ടിലേക്ക് എത്തിയോ? രേണുക, അല്പം മുൻപാണ് സ്കൂളിൽ നിന്നും പൊതുദർശനം കഴിഞ്ഞ് മൃതദേഹം വീട്ടിലേക്ക് മാറ്റിയത്. ഏകദേശം 1.5 മണിക്കൂറോളമാണ് സ്കൂളിൽ പൊതുദർശനം ഉണ്ടായത്. 1 മണിക്കൂറോളമാണ് സ്കൂളിൽ പൊതുദർശനം ഉണ്ടായത്. ഇനി വീട്ടിലേക്ക് മാറ്റിയ മൃതദേഹം ഏകദേശം 5 മണിയോടുകൂടി സംസ്കരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അമ്മയും അനിയനും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും വീട്ടിലേക്കുള്ള യാത്രയിലാണ്. മകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അമ്മ സുജിയും ഈ ഒരു യാത്രയിൽ തന്നെയാണ്. സ്കൂളിൽ പൊതുദർശനത്തിൽ നിരവധി പേരാണ് എത്തിയിരുന്നത്. വിദ്യാർത്ഥികളും സഹപാഠികളും ഈ കുട്ടികളുടെ മാതാപിതാക്കളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ എല്ലാം പ്രാദേശിക നേതാക്കളടക്കമുള്ളവർ എത്തി അന്ത്യോപചാരം അർപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായി. എല്ലാവരും വേദനയോടു കൂടി തന്നെയാണ് സ്കൂളിലേക്ക് എത്തുകയുണ്ടായത്. നേരത്തെ 10 മണിയോട് കൂടിയാണ് പൊതുദർശനം ആരംഭിക്കുമെന്നുള്ള ഒരു കാര്യമെല്ലാം പറഞ്ഞിരുന്നത്. എന്നാൽ സ്കൂളിലേക്ക് പൊതുവെയുള്ള ദൂരത്തേക്കാൾ ഒരുപാട് സമയമാണ് സ്കൂളിൽ എത്താനായി മൃതദേഹം ഈ വിലാപയാത്രയിലൂടെ സ്കൂളിൽ എത്താനായി എടുത്തത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഒരുപാടധികം ദൂരമില്ല, ആശുപത്രിയിൽ നിന്നും സ്കൂളിലേക്ക് ഒത്തിരി ദൂരമില്ല. പക്ഷേ മണിക്കൂറുകൾ എടുക്കേണ്ടി വന്നു ആശുപത്രിയിൽ നിന്നും സ്കൂളിലേക്ക് ഈ വിലാപയാത്രയായി മൃതദേഹം എത്തിക്കാനായി. ഒരുപാട് പേരാണ് ഈ ഒരു പൊതുദർശനത്തിനായും അതുപോലെ തന്നെ വിലാപയാത്രയിലുമെല്ലാം എത്തിച്ചേരുന്ന ഒരു കാര്യമുണ്ടായത്. ഒത്തിരി പേര് എത്തിയത് കൊണ്ട് തന്നെയാണ് ഇത്രയും സമയം നേരത്തെ 12 മണിയോടുകൂടിയാണ് പൊതുദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് മൃതദേഹം മാറ്റും എന്നുള്ള ഒരു കാര്യം അറിയിച്ചിരുന്നത്. എന്നാൽ ഏകദേശം 1 മണി ആവാറായി. ആ ഒരു സമയത്താണ് പൊതുദർശനം കഴിഞ്ഞ് മൃതദേഹം മാറ്റുന്ന ഒരു കാര്യമുണ്ടായത്. എന്തായാലും വൈകുന്നേരം 5 മണിയോട് കൂടിയാണ് സംസ്കാരം നടക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാനായി കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ സ്കൂളിൽ നിന്നും അവസാനമായി മിഥുൻ പടിയിറങ്ങുകയാണ്. ഇനി സ്കൂളിലേക്ക് ഒരു മടക്കയാത്ര മിഥുനില്ല എന്നത് തന്നെയാണ് അവിടെ നിൽക്കുന്ന ഓരോ മനുഷ്യരെയും കണ്ണീരണിയിച്ചത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സ്കൂളിലേക്ക് ബാഗും കുടയും എല്ലാം എടുത്തു പോകാൻ ഇനി മിഥുനില്ല. സ്കൂളിലിരുന്ന് പഠിക്കാൻ, കൂട്ടുകാരോട് കഥകൾ പറയാൻ, അല്ലെങ്കിൽ ഊർജ്ജസ്വലനായി എല്ലാത്തിനും എന്ത് കാര്യത്തിനും മുന്നിൽ നിന്ന് ഓടിച്ചാടി നടക്കാൻ ഇനി സ്കൂളിൽ മിഥുനില്ല എന്നുള്ള ഒരു കാര്യമാണ് ഏറ്റവും വേദനിപ്പിക്കുന്നത്. അവിടെ എത്തിയ എല്ലാവരും കണ്ണീരണിയാതെ അവിടെ നിന്ന് പോരാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് ആ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്നതും. മിഥുൻ്റെ കുഞ്ഞു സഹപാഠികളും അധ്യാപകരും അതോടൊപ്പം ഈ സഹപാഠികളുടെ എല്ലാം മാതാപിതാക്കളും എല്ലാം അവിടെ എത്തുന്ന ഒരു കാര്യം കണ്ടതാണ്. തിങ്ങി നിറഞ്ഞ ജനം ഈ കുഞ്ഞിനെ അവസാനമായി ഒന്ന് കാണാൻ എത്തുന്ന ഒരു കാര്യമെല്ലാം നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നെല്ലാം ആ ഒരു നാടിൻ്റെ മൊത്തം വേദന എത്രത്തോളമാണ് എന്ന് തന്നെയാണ് ആ ഓരോ മനുഷ്യരിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ടുണ്ടായിരുന്നത്. നാളെ ഇനി മിഥുൻ സ്കൂളിലേക്ക് ഇല്ല, അല്ലെങ്കിൽ മിഥുൻ്റെ ഓർമ്മകൾ മാത്രമായി ആ സ്കൂളിൽ ഓർമ്മകൾ മാത്രമാണ് നിശ്ചലമാകുന്നത്, ബാക്കിയാകുന്നത് എന്നുള്ളത് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യമായി തന്നെയാണ് അവിടെ ഓരോ കുട്ടികളുടെ ഹൃദയത്തിലും തങ്ങി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള മറ്റൊരു കാര്യം. അവിടെ എത്തിയ ഓരോ കുഞ്ഞിക്കണ്ണുകളും ഇനി മിഥുൻ്റെ ഓരോ കുഞ്ഞിക്കണ്ണുകളിലും മിഥുൻ ഇനി ആ കുഞ്ഞു സഹപാഠി ഇനി ഓർമ്മ മാത്രമാണ്. നാളെ തൊട്ട് ഓടി വന്ന് ക്ലാസ്സിലിരിക്കുമ്പോൾ കൂടെ കഥകൾ പറയാനും അല്ലെങ്കിൽ കൂടെ ഇരുന്ന് പഠിക്കാനും ഒന്നും മിഥുനില്ല എന്നുള്ള യാഥാർത്ഥ്യം ആ കുഞ്ഞു മനസ്സുകൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അത് അറിഞ്ഞ് വരിക എന്ന് പറയുന്നത്, ആ ഒരു സത്യം മനസ്സിലാക്കുക എന്ന് പറയുന്നത് ആ ഓരോ കുട്ടികളെ സംബന്ധിച്ചും ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. മിഥുൻ്റെ അമ്മ ഏകദേശം
9:15 കൂടിയാണ് ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്നത്. എത്തിയപ്പോൾ ഉടനെ തന്നെ അമ്മയെ എത്രയും വേഗം കൊല്ലത്തേക്ക് സ്വന്തം വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിനുമുണ്ടായിരുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തം. പോലീസ് സഹായത്തോടെയാണ് അമ്മയെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും പൊതുദർശനം, സ്കൂളിൽ നടക്കുന്ന പൊതുദർശനത്തിൽ അമ്മയ്ക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായിരുന്നു. കാരണം അവരെത്തിയത് 9:15 കൂടിയാണ്. 8:55 ഇൻഡിഗോ വിമാനത്തിലാണ്. എന്തായാലും വീട്ടിലേക്ക് അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. മൃതദേഹം വീട്ടിലേക്ക് മാറ്റുന്നതിനനുസരിച്ച് അപ്പോഴേക്കും അവർ എത്തുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഏകദേശം 5 മണിയോടെ വീട്ടിൽ പൊതുദർശനം തുടർന്നതിന് ശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നുള്ള ഒരു കാര്യമാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ എത്രത്തോളം ആളുകൾ ഇനി അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തതയൊന്നും പറയാനായി കഴിയില്ല. കാരണം സ്കൂളിൽ അത്രയും ജനങ്ങളാണ് ഈ ഒരു കുഞ്ഞു പൂവിനെ അവസാനമായി കാണാനായി എത്തിയിട്ടുണ്ടായിരുന്നത്. ഒരുപാടധികം ആളുകളാണ്. അതുപോലെ തന്നെ മിഥുൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ് ഈ വീട്ടിൽ കുഞ്ഞിനെ കാണാനായി അവിടെ നിൽക്കുന്നത്. കണ്ണീരണിഞ്ഞ് നിൽക്കുന്നത് മിഥുൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എന്നും സ്കൂളിൽ നിന്ന് ഓടിച്ചെന്നിരുന്ന, കഥകളെല്ലാം പറഞ്ഞിരുന്ന, എപ്പോഴും സംസാരിച്ചിരുന്ന മിഥുൻ്റെ അനിയനും അതോടൊപ്പം തന്നെ വീട്ടിലുള്ള മിഥുൻ്റെ അച്ഛനും അമ്മൂമ്മയും ഒക്കെയാണ് അവിടെയുള്ളത്. കുറച്ച് സമയം മുൻപാണ് അമ്മൂമ്മയ്ക്ക് മണിയമ്മ ഇന്നലെ തൊട്ട് ഈ ഒരു വാർത്ത അറിഞ്ഞ സമയം തൊട്ട് കരഞ്ഞ് തളർന്നിരിക്കുന്ന മണിയമ്മയെ നമ്മളെല്ലാവരും കണ്ടതാണ്. എൻ്റെ കൊച്ചിനെ ഞാൻ ഇനി എന്ത് പറയും, എന്ത് സമാധാനം ഞാൻ അവൻ്റെ അമ്മയുടെ അടുത്ത് പറയും എന്നെല്ലാം പറഞ്ഞ് നെഞ്ചുപൊട്ടി കരയുന്ന മണിയമ്മയെ നമ്മളെല്ലാവരും ഇത്രയും മണിക്കൂറുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മണിയമ്മയ്ക്ക് കുറച്ച് മുൻപാണ് ദേഹാസ്വാസ്ഥ്യം മൂലമെല്ലാം ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമെല്ലാം ഉണ്ടായത്. കരഞ്ഞു തളർന്ന് വീണ മണിയമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സാഹചര്യമെല്ലാം അല്പം മുൻപാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇവരെല്ലാം, ഇതിന് പ്രിയപ്പെട്ടവരെല്ലാം ഇതിനെ അവസാനമായി കാണാൻ ആ വീട്ടിൽ കാത്തിരിപ്പുണ്ട്. അതോടൊപ്പം തന്നെ വളരെ സന്തോഷത്തോടെ എത്തേണ്ടിയിരുന്ന മിഥുൻ്റെ അമ്മ സുജയടക്കം ഈ കുഞ്ഞിനെ, നിശ്ചലമായി കിടക്കുന്ന തൻ്റെ കുഞ്ഞിനെ കാണാനാണ് അമ്മ വിദേശത്ത് നിന്നും ഓടി വരുന്ന ഒരു സാഹചര്യമുള്ളത്. അതിനേക്കാൾ വലിയ വേദന ഇല്ല എന്ന് തന്നെയാണ് എല്ലാവരുടെ മനസ്സിലും അത് തന്നെയാണ് ഉള്ളത്. ഈ വീടിന് തൊട്ടടുത്ത 7 സെൻറ്റ് പുരയിടമാണ് ആ വീട്. ആ 7 സെൻറ്റ് പുരയിടത്തിലാണ് ആ വീട് നിൽക്കുന്നത്. ആ വീടിന് തൊട്ടടുത്തായി ഒരു ചെറിയ കുഴി ഇതാക്കി, ആ വീടിന് തൊട്ടടുത്തായി ഒരു കുഴിയിലാണ് കുഞ്ഞിനെ സംസ്കരിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. സ്വന്തം വീട്ടിൽ തന്നെ സ്വന്തം കുഞ്ഞിൻ്റെ ആ ഒരു മൃതദേഹം അടക്കം ചെയ്ത് ആ ഒരു ശവക്കുഴി അവിടെ ഒരുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു മാതാപിതാക്കൾക്കും താങ്ങാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മക്കൾ, അമ്മമാർ ജീവിച്ച് ഇരിക്കുമ്പോൾ അത്രയും ജീവനായി സ്നേഹിക്കുന്ന മക്കൾ കൺമുന്നിൽ ഇല്ലാണ്ടാവുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരച്ഛനെയും അമ്മയെയും സംബന്ധിച്ച്, അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ വേണ്ടപ്പെട്ടവരെ സംബന്ധിച്ച് ഒരിക്കലും താങ്ങാൻ കഴിയുന്ന ഒരു കാര്യമല്ല. സ്വന്തം വീടിൻ്റെ അടുത്ത് മക്കൾക്ക് വേണ്ടി ശവക്കുഴി എടുക്കുക എന്ന് പറയുന്നത് ഒരച്ഛനും അമ്മയ്ക്കും ഒരിക്കലും താങ്ങാൻ കഴിയുന്ന കാര്യമല്ല. എന്തായാലും വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഭാഗത്തായിട്ടാണ് ഈ കുഴിയെടുത്ത് സംസ്കാരത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുള്ളത്. വൈകുന്നേരത്തോടു കൂടിയാണ് സംസ്കാര ചടങ്ങുകളെല്ലാം നടക്കുക. അമ്മ ഇപ്പോൾ 10 മണിയോട് കൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ളത്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം തന്നെ ഏകദേശം 2-3 മണിയോട് കൂടിയെല്ലാം എത്തും എന്നുള്ള കാര്യമാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ആ ഒരു സമയത്ത് തന്നെ എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. പക്ഷേ വീട്ടിൽ ഈ പറഞ്ഞതുപോലെ എത്ര സമയത്തോളമാണ് ഈ ഒരു പൊതുദർശനം തുടരേണ്ടി വരിക, വീട്ടിൽ എത്രത്തോളം ആളുകൾ എത്തിപ്പെടും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് ഉറപ്പൊന്നും പറയാനായി കഴിയില്ല. കാരണം അത്രയധികം ആളുകളായിരുന്നു സ്കൂളിലേക്ക് പൊതുദർശനത്തിനായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ആ ഒരു കുഞ്ഞു പൂവിന് സങ്കടത്തോടെ, വിഷമത്തോടെയാണ് സ്കൂളിൽ നിന്നും യാത്രാമൊഴി നൽകിയത്. കുഞ്ഞിൻ്റെ സഹപാഠികളാണെങ്കിലും അധ്യാപകരാണെങ്കിലും ഇനി ആ കുട്ടിയില്ല, ഇനി ആ കുഞ്ഞു പൂവില്ല, അല്ലെങ്കിൽ മിഥുൻ ഇനി സ്കൂളിലേക്ക് തിരിച്ചു വരില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ അവർക്കൊക്കെ സമയമെടുക്കേണ്ടിയിരിക്കുന്നു. ഈ കുഞ്ഞു പൂവിനെ യാത്രയാക്കുകയാണ് നാട്. രേണു. അതേ വിചിത, ഒരു അമ്മയ്ക്കും അച്ഛനും ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് തങ്ങൾ ജീവനോടുള്ളപ്പോൾ തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരിക്കലും ഒരു സംസ്കാര ചടങ്ങുകൾ, അല്ലെങ്കിൽ ഒരു കുഴിയെടുക്കാനോ സംസ്കാര ചടങ്ങ് നടത്താനോ അങ്ങനെ ഒരു അനുഭവം, അല്ലെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകരുതെന്ന് ഏതൊരു അമ്മയും അച്ഛനും ആഗ്രഹിക്കുന്നതാണ്. തങ്ങൾ ജീവനോടുള്ളപ്പോൾ തങ്ങളുടെ മക്കൾക്ക് ഒന്നും പറ്റരുത് എന്നൊരു ഇത് തന്നെയാണ് എല്ലാ മാതാപിതാക്കൾക്കും. അതുപോലെ തന്നെയാണ് ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ടാണ് സുജ തുർക്കിയിലേക്ക് പോയത്. തൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്താനായി തുർക്കിയിലേക്ക് പോയി. അമ്മുമ്മ മണിയമ്മയാകട്ടെ
ഇത്രയും പ്രായത്തിനിടയിലും തൊഴിലുറപ്പ് ജോലിക്കെല്ലാം പോയി വരികയാണ്. അമ്മുമ്മയുടെ ആരോഗ്യനില വളരെ മോശമെന്ന് കേട്ടു. എന്തായാലും ഇപ്പോൾ അമ്മുമ്മയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് വിജിത? രേണുക പറഞ്ഞതുപോലെ തന്നെ വളരെ കരഞ്ഞു തളർന്ന ഒരവസ്ഥയിൽ നിന്നാണ് നേരത്തെ മണിയമ്മയെ, കുഞ്ഞിൻ്റെ അമ്മൂമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആരോഗ്യനിലയിൽ കുഴപ്പമില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മളെല്ലാം ഈ വാർത്ത അറിഞ്ഞ അപ്പം തൊട്ട് ഈ ഒരു ദൃശ്യങ്ങളെല്ലാം നമ്മളെല്ലാവരും കാണുന്നുണ്ട്. അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളായി വാർത്ത കാണുന്നവരുടെ, അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളായി നമ്മളെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ അപകടം എന്ന് പറയുന്നത്. അപ്പോൾ തൊട്ട് എല്ലാവരും കാണുന്നതാണ്. ഈ വാർത്ത അറിഞ്ഞത് തൊട്ട് മണിയമ്മയെ, തളർന്നു കിടക്കുന്ന അലറിക്കരയുന്ന മണിയമ്മയെ നമ്മളെല്ലാവരും കാണുന്നതാണ്. ഓരോ കാര്യങ്ങളും പറഞ്ഞ് കുഞ്ഞിനെ തൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് പറഞ്ഞിട്ടും, അതോടൊപ്പം തന്നെ കുഞ്ഞിനെ സ്കൂളിലേക്ക് വിട്ട കാര്യങ്ങളും, എൻ്റെ കുഞ്ഞ് NCCയിൽ ചേരണമെന്നുണ്ടായിരുന്നു, അങ്ങനെ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തൻ്റെ കുഞ്ഞിനെ അത്രയും വിശ്വാസത്തോടെയാണ് അവൾ എന്നെ ഏൽപ്പിച്ച് പോയത് എന്നുള്ള കാര്യമെല്ലാം പറഞ്ഞുകൊണ്ട്, എൻ്റെ മോനെ പോലും ഞാൻ പഠിപ്പിച്ചില്ല, എൻ്റെ പേരക്കുട്ടിയാണ് ഞാൻ പഠിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് അലറിക്കരയുന്ന മണിയമ്മയെ നമ്മൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് കുറച്ച് മുൻപാണ് ഇങ്ങനെ മണിയമ്മയ്ക്ക് വയ്യാതെ ആവുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ കുഴപ്പമില്ല എന്നാണ് അറിയാനായി കഴിയുന്നത്. എന്തായാലും ഇനി അമ്മ സുജ കുറച്ച് കഴിയുമ്പോഴേക്കും, ഏകദേശം 2 മണി എന്നാണ് പറഞ്ഞിരുന്നത്, എന്തായാലും വൈകുന്നേരം 5 മണിക്കുള്ളിൽ തന്നെ സംസ്കാര ചടങ്ങുകളെല്ലാം നടത്തുമെന്ന് അറിയാൻ കഴിയുന്നു.